Of the Dada Saheb Phalke Award Selection Committee, the Government of India is pleased to announce that Mohanlal will be conferred the prestigious Dada Saheb Phalke Award 2023. Mohanlal's remarkable cinematic journey inspires generation. The legendary actor, director and producer is being honored for his iconic contribution to Indian cinema. His unmatched talent, versatility and relentless hard work have set a golden standard in Indian film history. This award will be presented at the 71st. സന്തോഷ വാർത്ത. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് 2023 പുരസ്കാരത്തിനാണ് മോഹൻലാൽ അർഹനായത്. അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുകയാണ്. അപർണ കാർത്തിക, തുടർച്ചയായ ഹിറ്റുകളിലൂടെ മുന്നേറുന്നതിന് ശ്രീ ഫാസിൽ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഫാസിൽ, മലയാളത്തിന് കൂടി അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പുരസ്കാര നേട്ടത്തിന്റെ വാർത്തയാണ് വരുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, മലയാളത്തിന് ഭയങ്കരമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു പ്രതികരണമാണ്. പക്ഷേ ഈ ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് തേടി വന്നു എന്ന് പറയുമ്പം ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോകുന്നൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും മോഹൻലാലിന്റെ അടുത്തുകൂടെ സഞ്ചരിക്കുകയായിരുന്നു. 10-15 വർഷം മുമ്പ് ഈ അവാർഡ് കിട്ടിയിരുന്നെങ്കിലും ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു. കാര്യം അത് എപ്പോഴും ലാലിന് അടുത്തുണ്ടായിരുന്നു. കാര്യം ഇന്ത്യ കണ്ട കഴിഞ്ഞ ജനറേഷനിലെയും അതിനു മുമ്പുള്ള ജനറേഷനിലെയും ആർട്ടിസ്റ്റുമാരെ എല്ലാം കൂടെ കൂട്ടിയെടുത്താല് മലയാളത്തിന്റെ വലിയ രണ്ട് അത്ഭുതങ്ങളായിരുന്നല്ലോ മോഹൻലാലും മമ്മൂട്ടിയും. നന്ദി, ഒരുപാട് സന്തോഷം. ഞാനൊരു യാത്രയിലാണ്, ഞാൻ കാറിലാണ്. പറഞ്ഞോളൂ, ഞാൻ മദ്രാസിലാണ്. അതുകൊണ്ടാണ് ശരിക്കും പറയേണ്ടത് താങ്കൾ തന്നെയല്ലേ? ഞങ്ങളൊക്കെ അഭിമാനത്തിലാണ്. ഏറ്റവും വലിയ പുരസ്കാരം. സന്തോഷം. ഞാൻ അതിലേറെ അഭിമാനം, അതിലേറെ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു ഒരു വലിയൊരു അംഗീകാരം തന്ന ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടുള്ള എന്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്റെ പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ എന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും, എന്റെ കുടുംബത്തിന്, എന്റെ സിനിമാ കുടുംബത്തിന്, എന്റെ പ്രേക്ഷകർക്ക്, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ ഈ സ്നേഹം ഇതൊരു വലിയൊരു ഓണറാണ്, ഒരു വലിയ അംഗീകാരമാണ്. എനിക്ക് മാത്രം കിട്ടുന്നതല്ല, മലയാള സിനിമയ്ക്ക്, മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, മലയാള ഭാഷയ്ക്ക്, കേരളത്തിനെല്ലാം കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് പ്രാർത്ഥന. തീർച്ചയായും ലാലേട്ട, ഇത്രയും നേരം സംസാരിച്ച ഓരോരുത്തരും, ഉർവശി ചേച്ചി ആണെങ്കിലും ഫാസിൽ സാർ ആണെങ്കിലും എല്ലാവരും ഈ കാര്യങ്ങൾ തന്നെ പറയുകയായിരുന്നു. അഭിമാനം എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും ഒന്നും പറയാനില്ല. സന്തോഷം. അതാ ഞാൻ പറഞ്ഞ, അവരൊക്കെയാണല്ലോ എന്നെ ഞാനാക്കി മാറ്റിയത്. അവർക്കൊക്കെ ആയിട്ടാണ് ഞാനിത് ഈ സന്തോഷം പകർത്തി കൊടുക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് ലാലേട്ട. കാരണം ഇത്രയും നേരം ഞങ്ങൾ ഓരോരുത്തരും താങ്കളുടെ സിനിമകളുടെ ഓരോ സീൻസുകൾ കാണിക്കുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര സിനിമകൾ പറയണം എന്നുള്ളതാണ് താങ്കളെ സംബന്ധിച്ച്. സന്തോഷം. യാത്രയിലാണല്ലേ ഇപ്പോൾ? അതെ 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 അതെ. പ്രേക്ഷകരുടെ അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത് ചേട്ടാ? ഒരുപാട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാവർക്കും നന്ദി, സ്നേഹം, പ്രാർത്ഥന. എന്താ പറയേണ്ടത് നമുക്കറിയില്ലല്ലോ. ഇത് വല്ലാത്തൊരു മൊമെന്റ് അല്ലേ. പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു ചോദ്യം വേണോ? അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യം. ഒരു ചെറിയ പറഞ്ഞോളൂ. പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുമ്പോഴാണല്ലോ അതിനൊരു വലിയ വില ഉണ്ടാകുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിത് ഉർവശി ചേച്ചി സംസാരിച്ചപ്പോഴേ ഈ നാഷണൽ അവാർഡ് സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലും ആ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകുന്നു എന്നാണ് പറഞ്ഞത് ലാലേട്ടൻ ഈ അവാർഡ് നേട്ടത്തെ കുറിച്ച് കേട്ടപ്പോൾ. ശരി, വളരെ സന്തോഷം. ഉർവശിയോടുള്ള എന്റെ സ്നേഹവും ബഹുമാനവും ഞാൻ ഇതിലൂടെ അറിയിക്കുന്നു. താങ്ക് യു. അങ്ങനെ മലയാളത്തിൽ രണ്ടാമതായി ഒരാൾക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുകയാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണന് കിട്ടിയ ശേഷം ഇതുവരെ ഈ അവാർഡ് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ചങ്ക് ലാലേട്ടൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ചലച്ചിത്ര മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലാലേട്ടന് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ലാസ്റ്റ് വന്നത് ഇത് 2004 അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്നത്. സെപ്റ്റംബർ 23 നടക്കുന്ന ചടങ്ങിൽ ഇത് ലാലേട്ടന് കൈമാറും. 2023 അവാർഡാണ് ഇപ്പം കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒടുവിൽ അർഹിച്ച ഒരു കൈകളിലേക്കൂടെ ഈ അവാർഡ് എത്തി എന്ന് വേണം കരുതാനായി. ഇനി ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇനിയിപ്പം കുറേ ആൾക്കാരുടെ കമന്റുകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ BJP പാർട്ടിയോടുള്ള അനുഭാവം കൊണ്ടാണ് ലാലേട്ടൻ ഇത് കൊടുത്തതെന്ന് പറഞ്ഞ് ചിലപ്പോൾ ട്രോളും വരാൻ സാധ്യതയുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ട്രോളാൻ പാടില്ല. കാരണം അർഹിക്കുന്ന കൈകളിലേക്കാണ് ഈ അവാർഡ് വന്നിരിക്കുന്നത്.
അദ്ദേഹം ഇത്രയും നാൾ ചലച്ചിത്ര മേഖലയ്ക്ക് കൊടുത്ത സംഭാവനകളും അതിന് പുറത്ത് അദ്ദേഹം നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും വിമർശിക്കാൻ പാടില്ല. ഇതൊരു രാഷ്ട്രീയ പേരുമാണെന്ന് പറഞ്ഞ് കളിയാക്കാനോ പാടില്ല. നമ്മൾ എപ്പോഴും ആ ഒരു അവാർഡിന് അദ്ദേഹത്തിന് നമ്മൾ ആ ബഹുമാനം കൊടുക്കണം. കാരണം ഇത്ര വലിയൊരു പരമോന്നതമായ ഒരു ബഹുമതി മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലാകും, ചലച്ചിത്ര മേഖലയിൽ നിന്നല്ല എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും വലിയ അഭിനന്ദന പ്രവാഹവുമായിട്ട് വന്നിരിക്കുകയാണ് ലാലേട്ടന് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയതിൽ. നമുക്ക് പലരും പറയുന്ന ഇത് കിട്ടിയതിൽ യാതൊരു അതിശയവും ഇല്ലെന്നാണ്. കാരണം ഇത് നേരത്തെ അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തേണ്ടതായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ. അങ്ങനെ കിട്ടിയ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ കാണാനായിട്ട് സാധിക്കും. അപ്പം അതിൽ പ്രധാനമായിട്ട് പിന്നെ മലയാളത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള ഈ പറയുന്നത് പോലെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന് മാത്രമാണ്, വേറെ ആർക്കും മലയാളത്തിൽ നിന്ന് ഇത് കിട്ടിയിട്ടില്ല 2004 ശേഷം. അപ്പോൾ ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയ നമ്മുടെ ലാലേട്ടന് അവാർഡ്, നാഷണൽ അവാർഡ് 2 വന്നിട്ടുണ്ട്, അതുപോലെ സ്റ്റേറ്റ് അവാർഡ് കുറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഏറ്റവും വലിയ പരമോന്നതമായ അംഗീകാരമായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡ് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഓരോ മലയാളിക്കും, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ മലയാളികൾക്കും, ഓരോ ഫാൻസുകാർക്കും അല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയ സംഗതിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്.